സ്റ്റോറി മന്ത്രത്തിലേക്ക് സ്വാഗതം. കൂട്ട് ഭാഗം 3. ദീപക് ആശങ്കയോടെ ബാത്റൂമിലേക്ക് കയറി ചെന്നു. ഹുസൈൻ സാഹിബും സുൽഫത്തും സെക്യൂരിറ്റിയും ഭയന്ന് വാതിലിന് വെളിയിൽ നിന്നതേയുള്ളൂ. തറയിലേക്ക് കുന്തിച്ചിരുന്ന് പ്രേമിയുടെ മുഖത്തേക്ക് ദീപക് നോക്കി. അടഞ്ഞ കണ്ണുകൾ, അല്പം തുറന്ന ചുണ്ടുകൾ, നനഞ്ഞ മുടി, വെള്ളത്തിൽ കുതിർന്ന ടോപ്പ്. ടാപ്പിൽ നിന്ന് അപ്പോഴും വെള്ളം അവളുടെ വെളുത്ത കൈത്തണ്ടയിലേക്ക് ഒഴുകി വീഴുന്നുണ്ടായിരുന്നു. മണിബന്ധത്തിന് മീതെ കുരിശിന്റെ ആകൃതിയിൽ ചുവന്ന നിറമുള്ള മുറിവ്. മുറിവിൽ നിന്ന് രക്തം പുറത്തേക്ക് വന്ന് വെള്ളത്തിൽ കലർന്നൊഴുകുന്നു. ദീപക് പെട്ടെന്ന് ടാപ്പ് അടച്ചു. അതോടെ ബാത്റൂം നിശബ്ദമായി. അയാൾ അവളുടെ നഗ്നമായ കൈത്തണ്ടയിൽ കൈവച്ച് നോക്കി. തണുപ്പാണ് അനുഭവപ്പെട്ടത്. പക്ഷേ നേർത്ത ശ്വാസം അപ്പോഴുമുണ്ടെന്ന് വളരെ ദുർബലമായി അവളുടെ മാറിടങ്ങൾ വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ അയാൾക്ക് മനസ്സിലായി. ദീപക് പെട്ടെന്ന് എഴുന്നേറ്റു. ജീവനുണ്ട് സാർ, അയാൾ തിരിഞ്ഞു നിന്ന് ഹുസൈൻ സാഹിബിനോട് പറഞ്ഞു. സൂയിസൈഡ് അറ്റംപ്റ്റ് ആണ് അല്ലേ? സാഹിബ് ചോദിച്ചു. അതേന്ന് തോന്നുന്നു. പ്രേമിയെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കണം. എന്താണ് സാർ വഴി? തിടുക്കത്തിൽ ദീപക് ചോദിച്ചു. മൂൺഷൈൻ ഹോസ്പിറ്റലിലാണ് ഏറ്റവും അടുത്തുള്ളത്. ലെസ് ദാൻ 2 കിലോമീറ്റേഴ്സ്. ട്രാഫിക്കും കുറവാണ്. എന്റെ മൊബൈലിൽ നമ്പറുണ്ട്. ആംബുലൻസ് വരുത്താം. ഹുസൈൻ സാഹിബ് അപ്പോൾ തന്നെ പോയി. സാർ, ആരെങ്കിലും അപകടപ്പെടുത്താൻ? സംശയത്തോടെ സെക്യൂരിറ്റി ദീപകിന്റെ മുഖത്തേക്ക് നോക്കി. സുൽഫത്ത് ഒന്ന് ഞെട്ടി. ഞാനൊന്ന് നോക്കട്ടെ. കിച്ചണിലും രണ്ടാമത്തെ ബെഡ്റൂമിലും അതിന്റെ ബാത്റൂമിലും ബെഡിന്റെ കീഴിലും അയാൾ പോയി നോക്കി. എന്തിനാണ് ഈ കുട്ടി ഇങ്ങനെ? ഒന്നും മനസ്സിലാകാതെ സുൽഫത്ത് ആരോടും നില്ലാന്ന് ചോദിച്ചു. നിമിഷങ്ങൾ ഓരോന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ ഒരു പക്ഷേ. ദീപകിന്റെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. പെട്ടെന്ന് പാൻസും ടീഷർട്ടും ധരിച്ച് ഹുസൈൻ സാഹിബ് മടങ്ങിയെത്തി. ഹോസ്പിറ്റലിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ആംബുലൻസ് ഉടനെ വരും. ഞാനൊന്ന് താഴേക്ക് ചെല്ലട്ടെ. ഗേറ്റ് തുറന്നു വെക്കാം. സെക്യൂരിറ്റി പോകാൻ തയ്യാറായി. കിണാരൻ ഇവിടെ നില്ല്. താഴെ ചന്ദ്രനില്ലേ? അയാളെ വിളിച്ചു പറ ആംബുലൻസ് വരുന്നുണ്ട്, ഗേറ്റ് തുറന്നു കൊടുക്കാൻ. സാഹിബ് നിർദ്ദേശം കൊടുത്തു. കിണാരൻ അപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ചന്ദ്രൻ എന്ന സെക്യൂരിറ്റിയെ വിളിച്ച് വിവരം അറിയിച്ചു. പ്രേമിയെ നമുക്ക് താഴേക്ക് കൊണ്ടുപോകാം. സമയം കളയണ്ട. ആംബുലൻസ് വരുമ്പോൾ തന്നെ എടുത്ത് കിടത്താമല്ലോ, സാഹിബ് പറഞ്ഞു. വാട്ടർ ടാപ്പ് അടച്ചെങ്കിലും പ്രേമിയുടെ കൈത്തണ്ടയിലെ മുറിവിൽ നിന്ന് രക്തം അപ്പോഴും തറയിലേക്ക് ഒഴുകി വീഴുന്നുണ്ടായിരുന്നു. നമുക്കാദ്യം ബെഡിലേക്ക് എടുത്ത് കിടത്താം. കിണാരനും ഷയാളും കൂടി അവളെ നിലത്തിൽ നിന്ന് കോരിയെടുത്ത് കൊണ്ടുവന്ന് ബെഡിൽ കിടത്തി. ഒരു ഷാള് തപ്പിയെടുത്ത് ദീപക് അവളുടെ കൈത്തണ്ടയിലെ മുറിവിൽ വരിഞ്ഞു കെട്ടി. ടർക്കി ടവൽ കൊണ്ട് മുഖവും കൈത്തണ്ടകളും തുടച്ച് വെള്ളം ഒപ്പി മാറ്റി. താഴേക്ക് പോകാം, സാഹിബ് പറഞ്ഞു. ദീപക്കും കിണാരനും കൂടി അവളെ താങ്ങിയെടുത്ത് മുറിയിൽ നിന്നിറങ്ങി ലിഫ്റ്റിലേക്ക് കൊണ്ടുപോയി. ഡോറ് പൂട്ടിയേക്ക്, ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം, സുൽഫത്തിനോട് സാഹിബ് പറഞ്ഞു. അവർ മെല്ലെ തലകുലുക്കി. സാഹിബ് അപ്പോഴേക്കും ലിഫ്റ്റിന്റെ ഡോർ ബട്ടണിൽ വിരലമർത്തി കഴിഞ്ഞിരുന്നു. വാതിൽ തുറന്നപ്പോൾ പ്രേമിയെയും കൊണ്ട് 3 പേരും ലിഫ്റ്റിലേക്ക് കയറി. അവിടെ മുടിയിൽ നിന്ന് അപ്പോഴും വെള്ളത്തുള്ളികൾ ഇറ്റിറ്റി വീഴുന്നുണ്ടായിരുന്നു. 0 ബട്ടണിൽ സാഹിബ് വിരലമർത്തി. ദീപക് എങ്ങനെയാണ് ഈ വിവരം അറിഞ്ഞത്? ലിഫ്റ്റ് താഴേക്ക് പ്രയാണം തുടങ്ങിയപ്പോൾ സാഹിബ് ചോദിച്ചു. എന്റെ വൈഫ് ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാൻ ഡൽഹിയിലാണ്. അവൾക്ക് പ്രേമിയുടെ ഒരു വാട്സപ്പ് മെസ്സേജ് കുറച്ചു മുമ്പ് കിട്ടി. സംശയകരമായൊരു മെസ്സേജ്. അതുകൊണ്ട് അവൾക്ക് സംശയം തോന്നിയിട്ടാണ് എന്നെ വിളിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഓടി വന്നത്. ഈ കുട്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരുന്നോ? അറിയില്ല സാർ. പ്രേമിയുടെ മുഖത്തേക്ക് ദീപക് ഒന്ന് നോക്കി. രക്തം വാർന്നു പോയത് കാരണം അവളുടെ കവിളുകൾ വിളറി വെളുത്തിരുന്നു. കണ്ണുകൾക്ക് ചുറ്റും നിഴൽ പടർന്നിരുന്നു. നേരത്തെ ശ്വാസം മാത്രമേ ഇപ്പോഴുള്ളൂ. ഹോസ്പിറ്റലിൽ എത്തിക്കും മുമ്പ് അതും അവസാനിച്ചാൽ. പ്രേമിയുടെ ശരീരഭാരണം കാരണം കൈകൾ വേദനിച്ചു തുടങ്ങുന്നത് ദീപക് അറിഞ്ഞു. ലിഫ്റ്റ് താഴെ എത്തി. വാതിൽ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ വിവരമറിഞ്ഞ ചില അന്തേവാസികൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നനഞ്ഞ വസ്ത്രങ്ങളിലും ശരീരത്തിലുമായിരുന്നു പുരുഷന്മാരുടെ കണ്ണുകൾ. ആംബുലൻസ് എത്തിയിരുന്നില്ല. വണ്ടി വരട്ടെ, അതുവരെ താങ്ങിപ്പിടിച്ച് നിൽക്കണ്ട, ഓഫീസ് മുറിയിൽ കിടത്താം, ഹുസൈൻ സാഹിബ് പറഞ്ഞു. താഴത്തെ നിലയിൽ അപ്പാർട്ട്മെന്റിൽ ഒരു ഓഫീസ് മുറിയുണ്ട്. റെസിഡൻസ് അസോസിയേഷനാണ് അത് ഉപയോഗിക്കുന്നത്. സെക്യൂരിറ്റി സ്റ്റാഫ് ചന്ദ്രൻ ഓടിച്ചെന്ന് ഓഫീസ് മുറി തുറന്നു വെച്ചു. ദീപക്കും കണ്ണാരനും കൂടി പ്രേമിയെ ഓഫീസിലുണ്ടായിരുന്ന സോഫയിൽ കൊണ്ടുചെന്ന് കിടത്തി. അപ്പോഴാണ് ദീപകിന്റെ മൊബൈൽ ബെല്ലടിച്ചത്. ശർമ്മളയാകും വിളിക്കുന്നതെന്ന് അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അവളോട് എന്തു പറയും? ഹലോ. അയാൾ കോൾ എടുത്തുകൊണ്ട് ഓഫീസിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ദീപക് എവിടെയാണിപ്പോൾ? ശർമ്മള ചോദിച്ചു. ഞാൻ വൈറ്റ് ലോട്ടസിൽ വന്നു. എന്നിട്ട്? എന്നിന്റെ സംശയം ശരിയായിരുന്നു. ദീപക്, അവൾ ഞെട്ടലോടെ വിളിച്ചു. ഷീ സ്റ്റിൽ അലൈവ്. വി ആർ വെയിറ്റിംഗ് ഫോർ ദി ആംബുലൻസ്.
എന്തിന് ആംബുലൻസിന് വെയിറ്റ് ചെയ്യുന്നേ? അവിടെ ആരുടെങ്കിലും കാറ് കൊണ്ടുപോകാൻ മേലേ? വേഗം പോ ദീപക്, അവൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല. വേഗം കൊണ്ടുപോ. ഒരു വണ്ടിയുടെ ഹെഡ്ലൈറ്റിൽ നിന്നുള്ള പ്രകാശം ഗേറ്റ് കടന്ന് കയറി വരുന്നത് അപ്പോൾ ദീപക് കണ്ടു. ആംബുലൻസ് വന്നു. പിന്നെ വിളിക്കാം. അയാൾ കോൾ കട്ട് ചെയ്തു. മൂൺഷൈൻ ഹോസ്പിറ്റലിന്റെ വെള്ള നിറമുള്ള ആംബുലൻസ് അപ്പാർട്ട്മെന്റിന്റെ ടൈൽസ് വിരിച്ച വാതിലിനടുത്തേക്ക് വന്നു നിന്നു. പെട്ടെന്ന് വണ്ടിയുടെ ബാക്ക് ഡോർ തുറന്ന് നീല യൂണിഫോം ധരിച്ച 2 പുരുഷ അറ്റൻഡന്റ്മാർ ഒരു സ്ട്രെച്ചറുമായി പുറത്തേക്ക് ചാടിയിറങ്ങി. എവിടാ പേഷ്യന്റ്? ദാ അവിടെ, കാഴ്ച കണ്ടു നിന്ന ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു. അറ്റൻഡന്റ്മാർ ഓഫീസ് മുറിയിലേക്ക് ഓടിച്ചെന്നു. മുറിയിലുണ്ടായിരുന്ന ദീപക്കും സാഹിബും കണാരനും മാറി നിന്നു. സ്ട്രെച്ചർ നിരത്തേക്ക് വിടർത്തി വെച്ചിട്ട് അറ്റൻഡന്റ്മാർ പ്രേമിയെ സോഫയിൽ നിന്ന് താങ്ങിയെടുത്ത് സ്ട്രെച്ചറിലേക്ക് ശ്രദ്ധാപൂർവം കിടത്തി. സ്ട്രെച്ചർ എടുത്ത് ഒരാൾ മുന്നിലും മറ്റേയാൾ പിന്നിലുമായി നടന്ന് അവർ ആംബുലൻസിന്റെ അടുത്തേക്ക് പോയി. കണാര, നീയും വാ, സാഹിബ് പറഞ്ഞു. ദീപക്കും കണാരനും ബാക്ക് ഡോറിലൂടെ ആംബുലൻസിലേക്ക് കയറി. നടുവിലുള്ള ഉയർന്ന പ്ലാറ്റ്ഫോമിലേക്ക് അപ്പോഴേക്കും സ്ട്രെച്ചർ വെച്ചു കഴിഞ്ഞിരുന്നു. ഫ്രണ്ട് സീറ്റിൽ ഡ്രൈവറോടൊപ്പം ഹുസൈൻ സാഹിബ് ഇരുന്നു. സൈറൻ മുഴക്കിയാണ് ആംബുലൻസ് പാഞ്ഞത്. വണ്ടിയുടെ വേഗതയനുസരിച്ച് പ്രേമിയുടെ ശരീരം മെല്ലെ കുലുങ്ങുന്നുണ്ടായിരുന്നു. കൈത്തണ്ടയിലെ മുറിവിൽ വരിഞ്ഞു കെട്ടിയ ഷാൾ രക്തത്തിൽ കുതിർന്നിരുന്നു. ആരും ഒന്നും മിണ്ടിയില്ല. ഭയപ്പെടുത്തുന്ന നിശബ്ദതയായിരുന്നു അത്. ഹൈവേയിലേക്ക് കയറിയതോടെ ആംബുലൻസിന്റെ വേഗത പിന്നെയും വർദ്ധിച്ചു. ഹൈവേയുടെ ഓരത്തായിരുന്നു മൂൺഷൈൻ ഹോസ്പിറ്റൽ. 2 മിനിറ്റ് പോലും എത്തില്ല അവിടെ എത്താൻ. കാഷ്വാലിറ്റിയുടെ മുന്നിലേക്ക് ചെന്ന് വണ്ടി നിന്നു. ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങിയ അറ്റൻഡന്റ്മാർ സ്ട്രെച്ചറിൽ പ്രേമിയെ എടുത്ത് കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയി. ദീപക്കും സാഹിബും പിന്നാലെ ചെന്നു. ഡ്യൂട്ടി ഡോക്ടറുടെ റൂമിനോട് ചേർന്നുള്ള കർട്ടൻ കൊണ്ട് മറച്ച ബെഡിലേക്കാണ് അവളെ ചൊണ്ടുചെന്ന് കിടത്തിയത്. ഡ്യൂട്ടി ഡോക്ടർ കണ്ണട വെച്ച സുമുഖനായ ഷബീർ അലി എന്ന ചെറുപ്പക്കാരനായിരുന്നു. എന്താണ് സംഭവിച്ചത്? മൃദുവായ സ്വരത്തിൽ ഡോക്ടർ ചോദിച്ചു. ഡോക്ടർ, ഇറ്റ് ഈസ് എൻ അറ്റംപ്റ്റ് ഓഫ് സൂയിസൈഡ്. കൈത്തണ്ട മുറിച്ച് ഷി വാസ് ഇൻ ബാത്റൂം വെൻ വി ഫൗണ്ട് ഹെർ. ദീപക്കാണ് മറുപടി പറഞ്ഞത്. ഓ, ഐ സി. ഡോക്ടർ പെട്ടെന്ന് പ്രേമിയുടെ അടുത്തേക്ക് പോയി. ഒപ്പം 2 നഴ്സും ഉണ്ടായിരുന്നു. കർട്ടന്റെ മറവുണ്ടായിരുന്നതുകൊണ്ട് അവർ എന്താണ് ചെയ്യുന്നതെന്ന് ദീപക്കിനും സാഹിബിനും കാണാൻ കഴിഞ്ഞില്ല. നമുക്കവിടെ ഇരിക്കാം, സാഹിബ് പറഞ്ഞു. പുറത്ത് സന്ദർശകർക്കുള്ള കസേരകൾ ഉണ്ടായിരുന്നു. 2 പേരും അവിടെ ചെന്നിരുന്നു. കണാരൻ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടായിരുന്നു. സാറേ, ഞാനൊരു ചായ കുടിച്ചിട്ട് വരട്ടെ? അയാൾ വന്ന് ചോദിച്ചു. പോയിട്ട് വാ, ഇവിടെ തന്നെ കാണണം. സാഹിബ് അനുവാദം കൊടുത്തു. അയാൾ പോയി. ദീപക് വാച്ചിൽ നോക്കി. മണി 11 കഴിഞ്ഞ് 20 മിനിറ്റ്. അല്പനേരം കഴിഞ്ഞപ്പോൾ ബ്രൗൺ നിറമുള്ള യൂണിഫോം ധരിച്ച ഒരു നഴ്സ് അവരുടെ അടുത്തേക്ക് വന്നു. ഡോക്ടറെ വിളിക്കുന്നു. ദീപക്കും സാഹിബും എഴുന്നേറ്റ് ഡ്യൂട്ടി ഡോക്ടറുടെ മുറിയിലേക്ക് ചെന്നു. ഡോക്ടർ ഷബീർ അലി കസേരയിലുണ്ടായിരുന്നു. അദ്ദേഹം അവരെ ഒന്ന് നോക്കി. വെരി ക്രിട്ടിക്കൽ. ബ്ലഡ് ലോസ് നല്ലപോലെ ഉണ്ടായിട്ടുണ്ട്. ഇന്റൻസീവ് കെയറിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ദീപക്കോ സാഹിബോ ഒന്നും മിണ്ടിയില്ല. ആർട്ടറിയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. മേ ബി വിത്ത് കിച്ചൺ നൈഫ്, ഡോക്ടർ പറഞ്ഞു. കിച്ചൺ നൈഫ് ബാത്റൂമിൽ കണ്ടില്ല ഡോക്ടർ, പെട്ടെന്ന് സാഹിബ് പറഞ്ഞു. ഐ യു ഷുവർ ഇറ്റ് ഈസ് എൻ അറ്റംപ്റ്റ് ഓഫ് മർഡർ? സംശയത്തോടെ ഡോക്ടർ ചോദിച്ചു. അല്ല ഡോക്ടർ, ഞങ്ങൾ ചെന്നിട്ടാണ് ഡോർ തുറന്നത്. ഇറ്റ് വാസ് ലോക്ക്ഡ് ഫ്രം ഇൻസൈഡ്, പെട്ടെന്ന് സാഹിബ് പറഞ്ഞു. റിലേറ്റീവ് ആണോ? സാഹിബിനോടായിരുന്നു ചോദിച്ചത്. അല്ല. ഡൗട്ട്ഫുൾ കേസസ് ഞങ്ങൾ പോലീസിന് റിപ്പോർട്ട് ചെയ്യും. അറ്റംപ്റ്റ് ഓഫ് സൂയിസൈഡ് ഈസ് ഓൾസോ എ ക്രൈം. ഒരു നഴ്സ് അപ്പോൾ പ്രിന്റ് ചെയ്ത ഒരു ഫോം കൊണ്ടുവന്നു. ഇതൊന്ന് പൂരിപ്പിക്കൂ. പേഷ്യന്റ് രജിസ്ട്രേഷന് വേണ്ടിയിട്ടാണ്. ദീപക്കാണ് അത് വാങ്ങിയത്. അയാൾ പ്രേമിയുടെ പേരും മേൽവിലാസവും പ്രായവും ഫോൺ നമ്പറും മറ്റും എഴുതി നഴ്സിനെ ഏൽപ്പിച്ചു. അപ്പോൾ തന്നെ അവൾ ഒരു ID കാർഡ് തയ്യാറാക്കി ദീപക്കിനെ ഏൽപ്പിച്ചു. അതിൽ പ്രേമിയുടെ പേരും രജിസ്ട്രേഷൻ നമ്പറും തീയതിയും ഉണ്ടായിരുന്നു. ഇത് ക്യാഷ് കൗണ്ടറിൽ കാണിച്ച് ഫീസ് അടയ്ക്കണം. റിസീറ്റ് കൊണ്ടുവന്ന് കാണിക്കണം. ഗ്രൗണ്ട് ഫ്ലോറിൽ എൻട്രൻസിന്റെ അടുത്താണ് ക്യാഷ് കൗണ്ടർ. ഞാൻ പോയിട്ട് വരാം സാർ. ദീപക് പോയി. പേഷ്യന്റിന്റെ ആരാണ്? ഡോക്ടർ ഷബീർ അലി അപ്പോൾ ഹുസൈൻ സാഹിബിനോട് ചോദിച്ചു. വൈറ്റ് ലോട്ടസ് റെസിഡൻസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റാണ് ഞാൻ. പ്രേമി അവിടെ റെസിഡന്റാണ്. മറ്റേയാളോ? പ്രേമിയുടെ കൂട്ടുകാരിയുടെ ഹസ്ബൻഡാണ് ദീപക്. താങ്കൾ എന്ത് ചെയ്യുന്നു? ബിസിനസ്സാണ്. ബ്രോഡ്വേയിൽ എനിക്കൊരു ഇലക്ട്രോണിക്സ് ഷോപ്പുണ്ട്. എടക്കാട്ട് അപ്ലയൻസസ്. എടക്കാട്ട്? അതെ, കുടുംബ പേരാണ്. ഞാൻ ഹുസൈൻ എടക്കാട്ടാണ്. ഹൈദ്രോസ് എടക്കാട്ടിന്റെ ആരെങ്കിലുമാണോ? ഡോക്ടർ ചോദിച്ചു. എന്റെ ഇക്കയാണ്. അറിയുമോ? ആശ്ചര്യത്തോടെ സാഹിബ് ചോദിച്ചു. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു കൈറൂനിസയും ഞാനും. അവൾക്ക് ജിപ്മറിൽ MDക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. കൗൺസിലിങ്ങിന് ഞാനും പോയതാണ്.
പക്ഷേ റാങ്ക് കുറച്ച് പിന്നിലായിപ്പോയി. ഹുസൈൻ സാഹിബിന്റെ ഇക്കയുടെ മകളാണ് ഖൈറുന്നീസ. ഡോക്ടർ, ഈ പേഷ്യന്റിന്റെ റിയൽ കണ്ടീഷൻ എന്താണ്? സാഹിബ് ചോദിച്ചു. ചാൻസസ് ആർ വെരി വെരി ലിറ്റിൽ. പക്ഷേ പഠിച്ചവന്റെ കയ്യിലല്ലേ എല്ലാം. അപ്പോഴേക്ക് ദീപക് വന്നു. ഒരു നേഴ്സ് എന്തൊക്കെയോ കടലാസുകൾ ഡോക്ടർ ഷബീർ അലിയുടെ മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചു. അദ്ദേഹം അതെടുത്തു നോക്കി. എന്നിട്ട് ദീപകിനെ വിളിപ്പിച്ചു. സി, ഹെർ കണ്ടീഷൻ ഈസ് വെരി പുവർ. ലോ BP, ഹാർട്ട് ഈസ് വെരി വീക്ക്. കിഡ്നിയുടെ ഫംഗ്ഷൻ ഇതുവരെ അഫക്റ്റ് ചെയ്തിട്ടില്ല. പേഷ്യന്റിന്റെ ബ്ലഡ് ഗ്രൂപ്പ് B നെഗറ്റീവ് ആണ്. ബ്ലഡ് ബാങ്കിൽ അത് സ്റ്റോക്ക് ഉണ്ട്. ഉടൻ തന്നെ ബ്ലഡ് കൊടുത്താൽ പേഷ്യന്റ് രക്ഷപ്പെടില്ലേ ഡോക്ടർ? പ്രതീക്ഷയോടെ ദീപക് ചോദിച്ചു. അത് പറ്റില്ല. ബിലോ 0 ഡിഗ്രിയിലാണ് ബ്ലഡ് ബാങ്കിൽ അത് സൂക്ഷിച്ചിരിക്കുന്നത്. നോർമൽ ബോഡി ടെമ്പറേച്ചർ അത് എത്തുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. അറ്റ്ലീസ്റ്റ് 3 hours. എന്റേത് B നെഗറ്റീവ് ഗ്രൂപ്പിലുള്ള ബ്ലഡാണ് ഡോക്ടർ, പെട്ടെന്ന് ദീപക് പറഞ്ഞു. എന്നാലും സമയമെടുക്കും. ബ്ലഡ് ഗ്രൂപ്പ് കൺഫേം ചെയ്യണം. പിന്നെ എലീസ ടെസ്റ്റും ഹെപ്പറ്റൈറ്റിസ് ടെസ്റ്റും നടത്തണം. അത് കഴിഞ്ഞ് ക്രോസ് മാച്ചിങ്. സമയമെടുക്കും. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം. ലെറ്റ് us pray ആൻഡ് ബി ഹോപ്പ്ഫുൾ. ഡോക്ടർ ഷബീർ അലി എഴുന്നേറ്റു. വൺ മോർ തിങ്. അഥവാ രക്ഷപ്പെട്ടാലും ഷീ മേ നോട്ട് ബി നോർമൽ ഹെൽത്ത് വൈസ്. ശുദ്ധരക്തം കിട്ടാതായാൽ ബ്രെയിൻ ഡാമേജ് ഉണ്ടാകാം. എങ്കിൽ പാരാലിസിസ് ഉണ്ടാവാം. സംസാരശേഷി നഷ്ടപ്പെടാം. സംടൈംസ് ലോസ് ഓഫ് എ സൈറ്റ്. ഡോക്ടർ ഉള്ളിലേക്ക് പോയി. പെട്ടെന്ന് ദീപകിന്റെ മൊബൈൽ ബെല്ലടിച്ചു. ഷർമിളയോട് എന്തു പറയും? അയാൾ മൊബൈൽ പോക്കറ്റിൽ നിന്നെടുത്തുകൊണ്ട് മെല്ലെ പുറത്തേക്ക് നടന്നു. ഹലോ ഷർമി. ദീപക് കോൾ എടുത്തു. നീ എവിടെയാണിപ്പോ? തിടുക്കത്തിൽ ഷർമിള ചോദിച്ചു. മൂൺഷ്യൻ ഹോസ്പിറ്റലിൽ. പ്രേമി അല്പനേരം മുമ്പ് ഇവിടെ അഡ്മിറ്റ് ചെയ്തു. ഒരുപാട് ബ്ലഡ് ലോസ് ഉണ്ടായിരുന്നു. നൗ ഷീസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് കോമ. ഡോക്ടർ എന്ത് പറഞ്ഞു? വെരി ക്രിട്ടിക്കൽ. പക്ഷേ അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവർ ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. അയാൾ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ദീപക് കാഷ്വാലിറ്റിയിൽ നിന്ന് പുറത്തേക്ക് നടന്നു. പടികളിറങ്ങി ടൈൽസ് വിരിച്ച മുറ്റത്തേക്ക് ചെന്നപ്പോൾ മതിലിനോട് ചേർന്ന് നിരയായി പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടു. ഇരുണ്ട നഗരം. ബഹുനില മന്ദിരങ്ങളിൽ വെളിച്ചത്തിന്റെ ചെറിയ ചതുരങ്ങൾ. ഹോസ്പിറ്റലിന്റെ മുമ്പിലെ ഹൈവേയിൽ ചീറിപ്പായുന്ന വാഹനങ്ങൾ. ദീപക് എന്തിനാണ് അവളത് ചെയ്തത്? അതും ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ട്? ഷർമിള ചോദിച്ചു. എനിക്കും അത് മനസ്സിലാകുന്നില്ല. ഹരോൾഡിന്റെ ആ പാഴ്സൽ കിട്ടിയിട്ട് 5-6 ദിവസം കഴിഞ്ഞു. അന്നത് അവൾക്കൊരു ഷോക്കായിരുന്നു. അന്ന് അവൾ ഇങ്ങനെ വല്ലതും ചെയ്തിരുന്നെങ്കിൽ അതിന് റീസൺ ഉണ്ടെന്ന് വിചാരിക്കാമായിരുന്നു. അതെ, അവളെ എന്നെ വിളിച്ചിരുന്നു. ഈവനിങ് 6 മണിയായപ്പോൾ. വിഷമത്തോടെയാണ് സംസാരിച്ചത്. പക്ഷെ അവൾ ഇങ്ങനൊരു കടുകൈ ചെയ്യുമെന്ന് ഞാൻ അപ്പോൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ദീപക് മെല്ലെ നടന്ന് പാർക്ക് ചെയ്തിരുന്ന ഒരു കാറിനടുത്തേക്ക് ചെന്നു നിന്നു. ആകാശം മഴക്കാർ മൂടിക്കിടക്കുന്നത് അയാൾ കണ്ടു. അത് കഴിഞ്ഞായിരിക്കണം അവൾ എന്നെ വിളിച്ചത്. ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുകയായിരുന്നു. നിനക്ക് കുറെ നാൾ മുമ്പ് ഗസലിന്റെ ഒരു പെൻഡ്രൈവ് അവൾ തന്നില്ലേ? എന്നിട്ട് വേണമെന്ന് പറഞ്ഞു. അത് എന്നിട്ട് നാളെ ഞാനത് ഓഫീസിൽ ചെന്ന് കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും ഇന്ന് തന്നെ വേണമെന്നോ ഫ്ലാറ്റിൽ വന്ന് വാങ്ങിക്കോളാമെന്നും അവൾ പറഞ്ഞു. അവൾ ഫ്ലാറ്റിൽ വന്നോ? ഷർമിള ചോദിച്ചു. വന്നു. ഹാരിയെ ഞാൻ വിളിച്ചോ എന്നായിരുന്നു അവൾക്ക് അറിയേണ്ടിയിരുന്നത്. 2-3 തവണ വിളിച്ചെങ്കിലും സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നുവെന്ന് ഞാൻ പറഞ്ഞു. അവളത് വിശ്വസിച്ചോ എന്നറിയില്ല. ഹെറോൾഡ് വേറൊരുത്തിയെ കെട്ടാൻ പോകുന്ന കാര്യം അവൾ അറിഞ്ഞിട്ടില്ലല്ലോ? ഇല്ല. അറിഞ്ഞെങ്കിൽ എന്നോട് പറയുമായിരുന്നല്ലോ. പക്ഷെ അവൾ വളരെ ടയേർഡായിരുന്നു. കോഫി വേണമെന്ന് പറഞ്ഞു. ഞാൻ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അത് കുടിച്ചിട്ടാണ് പോയത്. അപ്പോഴൊന്നും നിനക്ക് ഒരു സംശയവും തോന്നിയില്ലേ? ഷർമിള ചോദിച്ചു. ഇല്ല, നോർമൽ ബിഹേവിയർ ആയിരുന്നു. ഹെറോൾഡ് വിട്ടുപോയ ഫാക്ട് അവൾ അക്സെപ്റ്റ് ചെയ്തതുപോലെയാണ് സംസാരിച്ചത്. പക്ഷേ എന്തുകൊണ്ട് പോയി എന്നറിയാനുള്ള അന്വേഷണത്തിലായിരുന്നു അവൾ. എനിക്ക് തോന്നുന്നത് നിന്നെ കണ്ടു പോയതിനു ശേഷം എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ടെന്നാണ്. ചിലപ്പോൾ ഹെറോൾഡ് അവളെ വിളിച്ചു കാണും. പുതിയ പെണ്ണിന്റെ കാര്യം പറഞ്ഞു കാണും. ചാൻസസ് ആർ ലിറ്റിൽ. അയാൾ വിയോജിച്ചു. സമയം കിട്ടുമ്പോൾ ദീപക് അവളുടെ ഫ്ലാറ്റിലൊന്ന് പോകണം. ചിലപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു സൂചന കിട്ടാതിരിക്കില്ല. ഷർമിള പറഞ്ഞു. പോകാം. പെട്ടെന്ന് പിന്നിൽ നിന്ന് ആരോ ദീപകിന്റെ ചുമലിൽ സ്പർശിച്ചു. തിരിഞ്ഞു നോക്കിയപ്പോൾ ഹുസൈൻ സാഹിബായിരുന്നു. ഡോക്ടറെ വിളിക്കുന്നുണ്ട്. എന്നെയോ? അതെ. സാഹിബിനൊപ്പം ദീപക് ചെന്നു. എന്തിനാണെന്ന് വല്ലതും പറഞ്ഞോ? ഇല്ല, പക്ഷെ എന്തോ സീരിയസ് മാറ്റർ ആണെന്ന് മുഖം കണ്ടപ്പോൾ മനസ്സിലായി. പ്രേമിക്കെന്തെങ്കിലും? വേറെന്തുവാണ്? അല്ലെങ്കിൽ എന്നോട് പറയാതിരിക്കുമോ? അവർ ചെന്നപ്പോൾ ഡോക്ടർ ഷബീർ അലി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. 2 പേരും ഇരിക്കൂ, ഡോക്ടർ പറഞ്ഞു. എതിർവശത്തുണ്ടായിരുന്ന കസേരകളിൽ ദീപക്കും ഹുസൈൻ സാഹിബും ഇരുന്നു. 2 കാര്യങ്ങൾ പറയാനുണ്ട്. പേഷ്യന്റിന്റെ ബ്ലഡ് ഗ്രൂപ്പ് B നെഗറ്റീവ് ആണ്.
മിസ്റ്റർ ദീപകിന്റെയും അതേ ബ്ലഡ് ഗ്രൂപ്പ് ആണെന്നല്ലേ പറഞ്ഞത്? നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്താ, വില്ലിംഗ് അല്ലേ? യെസ് ഡോക്ടർ. രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, സൂയിസൈഡ് അറ്റംപ്റ്റ് ഈസ് ഓൾസോ എ ക്രൈം. പോലീസ് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് റൂൾ. ഇഫ് യു ഹാവ് നോ ഒബ്ജെക്ഷൻ. ദീപക്കും സാഹിബും പരസ്പരം ഒന്ന് നോക്കി. റിപ്പോർട്ട് ചെയ്യണമെന്ന് ഡോക്ടർക്ക് നിർബന്ധമുണ്ടോ? സാഹിബ് ചോദിച്ചു. റിപ്പോർട്ട് ചെയ്താൽ അവർ കേസ് രജിസ്റ്റർ ചെയ്യും. മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട പിന്നെ കേസിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കും പേഷ്യന്റ് പാടുപെടേണ്ടത്. മാനസിക പരിഗണന വെച്ച് പല ഡോക്ടർമാരും റിപ്പോർട്ട് ചെയ്യാറില്ല. ആക്സിഡന്റൽ വൂണ്ട് എന്നേ കേസ് ഷീറ്റിൽ എഴുതാറുള്ളൂ. ഇക്കാര്യത്തിലും അത് തന്നെ മതിയെന്നാണ് എന്റെ റിക്വസ്റ്റ്. സാഹിബ് എന്ത് പറയുന്നു? ദീപക് അദ്ദേഹത്തെ ഒന്ന് നോക്കി. എന്റെ അഭിപ്രായം അത് തന്നെയാ സാറേ. ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിൽ പോലീസ് തെളിവെടുപ്പിന് കയറിയിറങ്ങിയാൽ അത് ഞങ്ങൾക്കെല്ലാം ഒരു ബുദ്ധിമുട്ടാകും, സാഹിബ് പറഞ്ഞു. ഡോക്ടർ ഷബീർ അലി ഒരു നിമിഷം നിശബ്ദനായിരുന്നു. ഓക്കെ, ഐ ക്യാൻ ഡു ദാറ്റ്. പക്ഷേ പേഷ്യന്റ് രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ കാര്യങ്ങൾ മാറും. പോലീസിൽ റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ലാതാകും. പോസ്റ്റ്മോർട്ടം വേണ്ടിവരും. കേസ് രജിസ്റ്റർ ചെയ്യും. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ. മർഡർ അല്ല സൂയിസൈഡ് ആണെന്ന് തെളിയാതെ പറ്റില്ലല്ലോ. പിന്നെ ഡോക്ടർ പറഞ്ഞു. പ്രേമി മരിക്കാൻ പാടില്ല ഡോക്ടർ. പെട്ടെന്ന് ദീപക് എഴുന്നേറ്റു. ഡോക്ടർ ഷബീർ അലി അയാളൊന്ന് നോക്കി. ഓക്കെ, ദെൻ യു ഗോ ഇമ്മീഡിയറ്റ്ലി ടു ദ മെഡിക്കൽ ലാബ്. ഞാൻ വിളിച്ച് പറയാം. ബ്ലഡ് ടെസ്റ്റുകൾ നടക്കട്ടെ? യെസ് ഡോക്ടർ. ദീപക് അപ്പോൾ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ചെന്നു. ഉറക്കം വരാതെ ഷർമിള തിരിഞ്ഞും മറിഞ്ഞു കിടന്നു. AC-യുടെ കുളിർമയിലും അവൾക്ക് ചുട്ടുപൊള്ളി. നേരം വെളുക്കണം. വെളുത്താൽ മാത്രം പോരാ, പിന്നെയും ഒരു ദിവസം കൂടി കഴിഞ്ഞാലേ നാട്ടിലേക്ക് പോകാൻ പറ്റൂ. നാളെയാണ് കോൺഫറൻസിന്റെ ഫംഗ്ഷൻ. ഉച്ചവരെ നീളും. ലഞ്ച് കഴിക്കുന്നതോടെ എല്ലാം അവസാനിക്കും. ഇല്ല, അത് കഴിഞ്ഞ് ഓൾഡ് ഡൽഹി വിസിറ്റ്. ലക്ഷറി ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് പോകാം. ഷർമിള വെറുതെ കണ്ണുകൾ തുറന്നു കിടന്നു. മുറിയിൽ മങ്ങിയ വെളിച്ചമുണ്ട്. ഹോട്ടലിൽ പൂർണ്ണ നിശബ്ദത. മൊബൈൽ എടുത്ത് നോക്കിയപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. പിങ്കി പാണ്ഡെയുടെ ഒഴിഞ്ഞ ബെഡ് നിഴൽരൂപം പോലെ കാണാം. ഡിന്നർ കഴിഞ്ഞ് അവൾ പുറത്തേക്ക് പോയതാണ്. ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അവൾ അനുരാഗിന്റെ റൂമിലേക്കാവണം പോയത്. ഷർമിളയ്ക്ക് മനസ്സിലെ വീർപ്പുമുട്ടൽ സഹിക്കാൻ കഴിഞ്ഞില്ല. പ്രേമിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയണം. ദീപക് ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടാവും. അവൾ മൊബൈൽ എടുത്ത് ദീപകിനെ വിളിച്ചു. ഹലോ ഷർമി. അയാൾ ഉടൻ കോൾ എടുത്തു. എവിടെയാണ് നീ? ഹോസ്പിറ്റലിൽ. ഒരു റൂം കിട്ടി. ഞാനിവിടെ റെസ്റ്റ് എടുക്കുകയാണ്. ഹൗസ് ഷീ? ബ്ലഡ് കൊടുത്തു തുടങ്ങി എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഷീൽ ബി ഓൾ റൈറ്റ്. ഷർമി, നീ ആവശ്യമില്ലാതെ വെറുതെ പേടിക്കണ്ട. മെഡിസിനോടൊക്കെ അവൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ? യെസ്. എന്റെ ബ്ലഡ് എടുത്തു. അത് ക്രോസ് മാച്ച് ചെയ്തോ എന്നറിയില്ല. ആരുണ്ട് ഇപ്പോൾ നിന്റെ കൂടെ? വേറെ ആരുമില്ല. ഹുസൈൻ സാഹിബ് കുറെ നേരം മുമ്പ് വരെ ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ നിർബന്ധിച്ചു പറഞ്ഞു വിട്ടു. പ്രായമായ മനുഷ്യനാണ്, എന്തിനാണ് വെറുതെ? ഇവിടെ നിന്നിട്ടും കാര്യമില്ല. ഞാൻ നാളെ കഴിഞ്ഞേ വരൂ, അവൾ പറഞ്ഞു. എനിക്കറിയാം. വരുമ്പോൾ എനിക്ക് അവളെ ജീവനോടെ കാണണം. അയാൾ മിണ്ടിയില്ല. എനിക്കിപ്പോ ഒരു കുറ്റബോധമേ ഉണ്ട് ദീപക്. എന്തിന്? അവളുടെ ലൈഫ് ഇങ്ങനെയാകാൻ എനിക്കും പന്തുണ്ട്. ഷർമിളയുടെ സ്വരമിടറി. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഹരോൾഡല്ലേ കാരണക്കാരൻ. നമുക്കിതിൽ എന്തു പങ്ക്? നമ്മളെന്നും അവളെ സപ്പോർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ, അയാൾ പറഞ്ഞു. അതെ, പക്ഷേ ഒരു ഫ്രണ്ട്ഷിപ്പിനപ്പുറം ഹരോൾഡിനെ ലൈഫ് പാർട്ണറാക്കാൻ ആദ്യമൊന്നും അവൾ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷെ ഒരു ദിവസം അയാൾ അവളെ പ്രപ്പോസ് ചെയ്തു. എന്നിട്ട് മറുപടി പറയാൻ ഒരു ദിവസത്തെ സമയം വേണമെന്ന് അവൾ പറഞ്ഞു. എന്നിട്ട് അവൾ എൻ്റെ അടുത്തേക്കാണ് വന്നത്. ഐ നോ, നീ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. ദീപകിന് അത് ഓർമ്മ വന്നു. പ്രേമി കൺഫ്യൂഷനിലായിരുന്നു. മാരേജ് വേണ്ട എന്ന അഭിപ്രായക്കാരിയായിരുന്നു അവൾ. നമ്മുടെ സ്വാതന്ത്ര്യമെല്ലാം അതോടെ അവസാനിക്കുമെന്നായിരുന്നു അവളുടെ പേടി. ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും അനുഭവിച്ച് ഒരു ഫ്രീ ബേർഡായി പറന്നു നടക്കാനായിരുന്നു അവളുടെ ആഗ്രഹം. അതെനിക്കും മനസ്സിലായിട്ടുണ്ട്. ചെറുപ്പം, സൗന്ദര്യം, ആവശ്യത്തിന് പണം, താമസിക്കാൻ സ്വന്തം ഫ്ലാറ്റ്, എറണാകുളം പോലെയുള്ള ഒരു സിറ്റിയിൽ എൻജോയ് ചെയ്യാൻ വളരെയേറെ അവസരങ്ങൾ. മാരേജ് വേണ്ട എന്ന അവളുടെ തീരുമാനം മാറ്റിയെടുത്തത് ഞാനാണ്. ഹെറോൾഡിന് എന്ത് മറുപടി കൊടുക്കണമെന്ന് അവൾ വന്ന് ചോദിച്ചപ്പോൾ അത് എക്സെപ്റ്റ് ചെയ്യാൻ നിർബന്ധിച്ചത് ഞാനാണ്. അതിലെന്താണ് തെറ്റുള്ളത് ഷർമി? ഉത്തമ വിശ്വാസത്തോടെയല്ലേ നീ അത് പറഞ്ഞത്? ഹെറോൾഡുമായി നമുക്ക് നല്ല പരിചയവും ബന്ധവും ഉണ്ടായിരുന്നല്ലോ. അയാൾ ഭാവിയിൽ ഇങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ ആരും വിചാരിച്ചില്ല. ഷർമിള ചെയ്തത് തെറ്റല്ലെന്ന് ദീപക് അവളെ ബോധ്യപ്പെടുത്താൻ ആവുന്നത്ര ശ്രമിച്ചു. ശരിയാണ്, പക്ഷെ അന്ന് അവളെ കമ്പൽ ചെയ്യാതെ
നിന്റെ ഇഷ്ടം പോലെ ചെയ്യേ എന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അവൾ ഹെറോൾഡിന്റെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യില്ലായിരുന്നു. അവൾക്ക് ഇങ്ങനെയൊരു ദുർഗതി വരില്ലായിരുന്നു. ഞാൻ കാരണമാണ്. ഷർമിള ഒന്ന് തേങ്ങി. ആരൊക്കെ എതിർത്താലും എതിർത്തില്ലെങ്കിലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിക്കും. ലൈഫ് ഈസ് ലൈക്ക് ദാറ്റ്. നേരം ഒരുപാടായില്ലേ, നീ ഒന്ന് ഉറങ്ങാൻ നോക്ക്. ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടല്ലോ. എന്തെങ്കിലും എമർജൻസി ഉണ്ടായാൽ ഞാൻ നിന്നെ വിളിക്കാം. ഇങ്ങോട്ട് വിളിക്കണമെന്നില്ല. ശരി ദീപക്. അയാൾ കോൾ കട്ട് ചെയ്തു. മൊബൈൽ ബെഡിൽ തന്നെ വെച്ചിട്ടാണ് ഷർമിള ഉറങ്ങാനായി കണ്ണുകൾ അടച്ചത്. മയക്കത്തിലും ഉണർവിലും സമയം കടന്നുപോയി. പുലർച്ചെ എപ്പോഴോ പിങ്കി പാണ്ഡെ ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറക്കുന്നതും അകത്തേക്ക് കയറുന്നതും ലൈറ്റ് തെളിയിക്കാതെ ചെന്ന് കിടക്കുന്നതും അവൾ അറിഞ്ഞു. രാവിലെ ബാത്റൂമിലെ നിലക്കണ്ണാടിയിൽ നോക്കിയപ്പോൾ ഷർമിള ഞെട്ടിപ്പോയി. കലങ്ങി ചുവന്ന കണ്ണുകൾ, പാറി പറന്ന മുടി, വരണ്ട ചുണ്ടുകൾ, തടിച്ച മുഖം. ചൂടുവെള്ളത്തിൽ അവൾ മേൽ കഴുകി. ജീൻസും ഫ്ലോറൽ പ്രിന്റുള്ള ഫുൾ സ്ലീവ് ടോപ്പും ധരിച്ചു. അതിനുമേതെ സ്ലീവ്ലെസ് സ്വെറ്റർ. ചെറുതായി മേക്കപ്പ് ചെയ്തു. നല്ല വ്യത്യാസം തോന്നി. വീണ്ടും മുഖക്കണ്ണാടിയിൽ നോക്കിയപ്പോൾ പിങ്കി വൈകിയാണ് ഉണർന്നത്. ക്ഷമാപണത്തോടെ അപ്പോൾ തന്നെ അവൾ ബാത്റൂമിലേക്ക് പോയി. അപ്പോൾ ഉടൻ ബെല്ലടിക്കാൻ തുടങ്ങി. 2 തവണ ബെല്ലടിച്ച് അത് നിന്നു. ഉടൻ തന്നെ അവളുടെ മൊബൈലിലേക്ക് ഒരു കോൾ വന്നു. അനുരാഗ് താക്കൂറിൻ്റെതായിരുന്നു അത്. ഗുഡ് മോർണിംഗ്. ഷർമിള കോൾ എടുത്തു. ഗുഡ് മോർണിംഗ് സ്വീറ്റി, ഹൗ ആർ യു? പ്രസന്നമായ സ്വരത്തിൽ അനുരാഗ് ചോദിച്ചു. ഐ ആം ഫൈൻ. ആഫ്റ്റർനൂൺ നമ്മൾ പുരാനി ദില്ലെ കാണാൻ പോകുന്നു. വരില്ലേ? തീരുമാനിച്ചില്ല. യു ഷുഡ് കം ഇഫ് യു വാണ്ട് ടു ബി പ്രൗഡ് ഓഫ് യുവർ ഹെറിറ്റേജ്. നമ്മൾ മോണുമെന്റ്സ് നിശ്ചയമായും കാണേണ്ട കാഴ്ചയാണ്. ഹിന്ദി കലർന്ന ഇംഗ്ലീഷിലായിരുന്നു അയാളുടെ സംസാരം. അവൾ വെറുതെ മൂളി. ബൈ ദ ബേ, ഈസ് പിങ്കി നോട്ട് വിത്ത് യു? അയാൾ ഒടുവിൽ ചോദിച്ചു. ഷീസ് ഇൻ ദി ബാത്റൂം. ഓക്കെ, സി യു അറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. കോൾ കട്ടായി. ഇന്നൊരു പകൽ കൂടി തള്ളി നീക്കണം. ഒരു രാത്രിയും. നാളെ രാവിലെ 11:00 ഫ്ലൈറ്റ്. വൈകുന്നേരം കൊച്ചിയിലെത്തും. പ്രേമിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ താങ്ങാൻ പറ്റില്ല. ആ ദുരന്തത്തിലേക്ക് തള്ളിയിട്ടതിന്റെ കാരണക്കാരി താൻ മാത്രമാണ്. ആ കുറ്റബോധം ജീവിതകാലം മുഴുവൻ തന്നെ വേട്ടയാടും. ഏതോ അഭിശപ്ത നിമിഷത്തിലേക്കാണ് ഡൽഹി കോൺഫറൻസിൽ പങ്കെടുക്കാൻ തയ്യാറാണെന്ന് സമ്മതിച്ചത്. പിങ്കി ബാത്റൂമിൽ നിന്ന് വന്നു. അനുരാഗ് കോൾ ജസ്റ്റ് 2 minutes ago ആൻഡ് ഹി ആസ്ക്ഡ് ഫോർ യു. ഷർമിള അറിയിച്ചു. ഓ റിയലി? അവൾ മൊബൈൽ എടുത്ത് നോക്കി. അവളുടെ മുഖം സന്തോഷം കൊണ്ട് വിടരുന്നത് ഷർമിള കണ്ടു. പിങ്കി വേഗം വേഷം ധരിച്ചു. ചുണ്ടുകൾ നേർമയായി ചുവപ്പിച്ചു. കണ്ണുകളിൽ മസ്കാര ഇട്ടു. മുടി ഭംഗിയായി ചീകി വെച്ചു. മാച്ചിങ് സ്റ്റഡ്സും മാലയും അണിഞ്ഞു. ഷാൽ വി ഗോ ഫോർ ബ്രേക്ക്ഫാസ്റ്റ്? അവൾ പിന്നെ ചോദിച്ചു. യെസ്. അവർ ചെന്നപ്പോൾ കോൺഫറൻസിന് വന്ന പല ഡെലിഗേറ്റ്സും ഡൈനിങ് ഹാളിലുണ്ടായിരുന്നു. അനുരാഗ് പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് വന്നു. ഗുഡ് മോർണിംഗ് പിങ്കി. മോർണിംഗ്. അവൾ അയാളെ നോക്കി മന്ദഹസിച്ചു. യു ലുക്ക് ടെറിഫിക്. താങ്ക് യു. ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഷർമിളയ്ക്കൊട്ടും വിശപ്പില്ലായിരുന്നു. പക്ഷെ അവൾ യാന്ത്രികമായി പ്ലേറ്റിലേക്ക് വെണ്ണ പുരട്ടി 2 കഷ്ണം ബ്രെഡും സ്ലൈസ് ചെയ്ത് കുറച്ച് പഴങ്ങളും 1 കപ്പ് കാപ്പിയും എടുത്ത് ഒഴിഞ്ഞ ടേബിളിനടുത്ത് ചെന്നിരുന്നു. മറ്റുള്ളവർ പതിഞ്ഞ സ്വരത്തിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. തമാശകൾ കേട്ടിച്ചിരിക്കുന്നു. പക്ഷെ ഷർമിളയുടെ മനസ്സ് അവിടെയൊന്നുമായിരുന്നില്ല. കൃത്യം 10 മണിക്ക് കോൺഫറൻസിന്റെ അവസാന സെഷൻ തുടങ്ങി. ചെറിയ ഹാളിലെ ഡയസിൽ കൺവീനറായ രാവ് സക്സനെ കൂടാതെ ജപ്പാനിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും റൊമാനിയയിൽ നിന്നും വന്ന പ്രതിനിധികളും ഇരിപ്പുറപ്പിച്ചു. സദസ്സിൽ 100-ൽ താഴെ വരുന്ന മറ്റ് ഡെലിഗേറ്റുകൾ. ഇന്റർനാഷണൽ ടൂറിസത്തെക്കുറിച്ചും യൂറോയുടെയും ഡോളറിന്റെയും യെന്നിന്റെയും മൂല്യം ഉയരുന്നതും താഴ്ന്നതും അനുസരിച്ചുണ്ടാകുന്ന ടൂറിസ്റ്റ് ഭൂമിന്റെയും റിഡക്ഷന്റെയും വിവിധ വശങ്ങളെക്കുറിച്ചുള്ള സെമിനാറായിരുന്നു അത്. ടീ ബ്രേക്കിന് എഴുന്നേറ്റപ്പോൾ ഷർമി ബാഗ് തുറന്ന് മൊബൈൽ എടുത്ത് നോക്കി. 11 മിസ്ഡ് വന്ന് കിടപ്പുണ്ടായിരുന്നു. കുതിച്ചു വരുന്ന നെഞ്ചെടുപ്പോടെയാണ് ഷർമിള മിസ്ഡ് കോളുകൾ പരിശോധിച്ചത്. 7 ദീപകിന്റേത്, 3 ഏതോ സെയിൽസ് പ്രൊമോഷൻ കോളുകൾ. കോൺഫറൻസ് ഹാളിന്റെ വാതിൽ തുറന്ന് അവൾ കോറിഡോറിലേക്ക് ഇറങ്ങി. ദീപകിന്റെ നമ്പറിൽ വിളിച്ച് അവൾ മൊബൈൽ ചെവിയോട് ചേർത്തു. ഷർമി. പെട്ടെന്ന് ദീപക് കോൾ എടുത്തു. എന്താ ദീപക് വിളിച്ചത്? വിറയ്ക്കുന്ന സ്വരത്തിൽ അവൾ ചോദിച്ചു. പ്രേമി ഈസ് ഔട്ട് ഓഫ് ഡേഞ്ചർ. 1 മണിക്കൂർ മുമ്പ് ഡോക്ടർ എന്നെ വിളിച്ചിട്ടാണ് പറഞ്ഞത്. ഹെർ ബോഡി ഈസ് പോസിറ്റീവ്ലി റെസ്പോണ്ടിങ് ടു മെഡിസിൻസ്. ഹാർട്ട് ബീറ്റ് നോർമലായി കഴിഞ്ഞു. ബ്ലഡ് പ്രഷറിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ട്. അത് കാര്യമാക്കാനില്ല. കിഡ്നി ഫംഗ്ഷൻ പ്രോപ്പറാണ്. ദൈവം കാത്തു. ശരീരം എവിടെയാണെങ്കിലും എന്റെ മനസ്സ് അവിടെയായിരുന്നു ദീപക്. ഉരുകുകയായിരുന്നു ഞാൻ. ഇത്തരം സിറ്റുവേഷനിൽ നീ തനിച്ച്. ആശ്വാസത്തിന്റെ നനവ് അനുഭവിച്ച് അവൾ പറഞ്ഞു. പക്ഷേ ജീവൻ തിരിച്ചു കിട്ടുമെന്ന് മാത്രമേ ഡോക്ടർ പറഞ്ഞുള്ളൂ. എന്നുവെച്ചാൽ ഇഫ് സം പാർട്ട് ഓഫ് ദി ബ്രെയിൻ ഈസ് ഡാമേജ്ഡ്. ഇല്ല ദീപക്, അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല. അഥവാ അവൾക്ക് എന്തെങ്കിലും അംഗവൈകല്യം ഉണ്ടായാലും നമ്മൾ അവളെ കൈവിടുകയില്ല.
അല്ലേ? അതെ. ഇപ്പോൾ ടീ ബ്രേക്കാണ്. ഉടൻ തന്നെ കോൺഫറൻസിന്റെ അടുത്ത സെഷൻ തുടങ്ങും. അപ്പോൾ ഞാൻ വീണ്ടും ഫോൺ സൈലന്റിലിടും. അത് സാരമില്ല. ഈ ഗ്ലാഡ് ന്യൂസ് അപ്പോൾ തന്നെ നിന്നെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും വീണ്ടും വിളിച്ചത്. ഇനി സാരമില്ല. ഫ്രീ ആകുമ്പോൾ ഇങ്ങോട്ട് വിളിച്ചാലും മതി. ഞാൻ വിളിക്കാം. എനിക്കിതെല്ലാം തീർത്ത് അങ്ങ് വന്നാൽ മതിയെന്നാണ് അവൾ പറഞ്ഞു. നാളെ വരുമല്ലോ? യെസ്. പക്ഷെ അവിടെ എത്തുമ്പോൾ സന്ധ്യയാവില്ലേ? ഫ്ലൈറ്റ് റൈഡ് ടൈമാണെങ്കിൽ എന്നെ വിളിക്കണം. അതനുസരിച്ച് എനിക്ക് എയർപോർട്ടിൽ വരാമല്ലോ. ഞാൻ വിളിക്കാം ദീപക്. നീ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടാവണം. എന്തെങ്കിലും ആവശ്യത്തിന് ഡോക്ടർ വിളിച്ചാൽ വേറെ ആരാണുള്ളത്? അവൾ പറഞ്ഞു. ഇന്ന് ഞാൻ ലീവാണെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നാളെയും പോണ്ട. ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇരുന്നോളാം അവളുടെ അടുത്ത്. ശരി, വെച്ചോ. ഷർമിള കോൾ കട്ട് ചെയ്തു. കോൺഫറൻസ് ഹാളിനോട് ചേർന്നുള്ള ചെറിയ ഹാളിലായിരുന്നു ചായ ഏർപ്പാടാക്കിയിരുന്നത്. വാതിൽ തുറന്ന് അവൾ അവിടേക്ക് കയറി ചെന്നു. ഡെലിഗേറ്റുകൾ ചെറിയ ചെറിയ സംഘങ്ങളായി കൂടി നിന്ന് സംസാരിക്കുകയും ചായ കുടിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് എവിടെ നിന്നും അനുരാഗ് താക്കൂർ അവളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഐ വാസ് സെർച്ചിങ് ഫോർ യു. വേർ വർ യു? പുഞ്ചിരിയോടെ തിരക്കി. ഐ ജസ്റ്റ് ഹാഡ് എ ഫോൺ കോൾ. ഫ്രണ്ട്? നോ, മൈ ഹസ്ബൻഡ്. ഗുഡ്, ഐ വിൽ ബ്രിങ് യു ടീ. തിരക്കിനിടയിലൂടെ അനുരാഗ് ചായ സെർവ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഊളിയിട്ട് പോയി. പിങ്കി പാണ്ഡെയെ വിട്ട് അയാൾ എന്തിനാണ് തന്റെ അടുത്തേക്ക് വന്നത്? കൗതുകത്തോടെ അവൾ ചുറ്റും കണ്ണുകൾ കൊണ്ട് തിരഞ്ഞു. ഹാളിന്റെ ഒരറ്റത്ത് പിങ്കി താടി വെച്ച സുമുഖനായ ഒരു ചെറുപ്പക്കാരനോട് വളരെ ചേർന്ന് നിന്ന് സംസാരിക്കുന്നത് അവൾ കണ്ടു. ഷർമിളയുടെ ചുണ്ടുകളിൽ അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഒരു കപ്പ് ചായയും സോസറിൽ ബിസ്ക്കറ്റുമായി അനുരാഗ് വന്നു. യുവർ ടീ. ചായക്കപ്പ് അവൾ കൈനീട്ടി വാങ്ങി. വെൻ ആർ യു ഗോയിങ് ബാക്ക്? അയാൾ ചോദിച്ചു. ടുമോറോ മോർണിംഗ്. ഫ്ലൈറ്റ് ഈസ് അറ്റ് 11:30. അവൾ പറഞ്ഞു. ഐ എം സ്പെൻഡിങ് 1 more day. എനി മോർ പ്രോഗ്രാംസ്? അവൾ വെറുതെ ചോദിച്ചു. നോ, നത്തിങ്. ഐ ലവ് ദില്ലി. അനുരാഗ് ചിരിച്ചു. അവൾ ചായ ഒരു കപ്പിൽ കുടിച്ചു. ഹാവ് സം ബിസ്ക്കറ്റ്. പ്ലേറ്റ് അവൾക്ക് നേരെ നീട്ടി അയാൾ പറഞ്ഞു. അവൾ 2 ബിസ്ക്കറ്റുകൾ എടുത്തു. താങ്ക്സ്. സൈറ്റ് സീയിങ്ങിന് വരുന്നുണ്ടല്ലോ. ബസ് സ്റ്റാർട്ട്സ് അറ്റ് 2:30. അയാൾ പറഞ്ഞു. പഴയ ഡൽഹിയിലേക്ക് ഒരു ടൂർ. അത് ആസ്വദിക്കാൻ പറ്റില്ലെന്നായിരുന്നു രാവിലത്തെ വിചാരം. പക്ഷേ പ്രേമിക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ട് എന്നറിഞ്ഞപ്പോൾ ഉത്സാഹം തിരിച്ചെത്തി. യെസ്, കാണണം. ദ വോൾ സിറ്റി കൺസ്ട്രക്റ്റഡ് ബൈ ഷാജഹാൻ. അവൾ പറഞ്ഞു. ജുമാ മസ്ജിദ്, റെഡ് ഫോർട്ട്, ചാന്ദിനി ചൗക്ക്, ഇന്ത്യ ഗേറ്റ്, ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷൻ, മസ്റ്റ് സീ പ്ലേസസ്. അവൾ മെല്ലെ തലകുലുക്കി. ചായ കുടിച്ചു കഴിഞ്ഞ് പലരും ഹാളിൽ നിന്ന് പുറത്തേക്ക് പോയി. ഇക്കൂട്ടത്തിൽ പിങ്കിയും താഴെ വെച്ച ചെറുപ്പക്കാരനും കൈകോർത്ത് പിടിച്ചിറങ്ങിപ്പോകുന്നത് ഷർമിള കണ്ടു. ക്യാൻ യു പോസ്റ്റ്പോൺ യുവർ റിട്ടേൺ ഫോർ 1 more day? പെട്ടെന്ന് അനുരാഗ് ചോദിച്ചു. വൈ? മനസ്സിലാവാതെ അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി. വി വിൽ ഹാവ് സം ഫൺ ടുഗെദർ. നാട്ടിൽ വെച്ചാണ് ഒരു പുരുഷൻ ഇങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ ഉടൻ കവളെ തടിച്ചേനെ. സോറി, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. അവൾ പറഞ്ഞു. ഡോണ്ട് വറി അബൌട്ട് ദ ഫ്ലൈറ്റ്. ഐ ഹാവ് എ ഫ്രണ്ട് ഇൻ ദ ട്രാവൽ ഏജൻസി. ഹി വിൽ അറേഞ്ച് ദ ടിക്കറ്റ്. ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടില്ല എന്ന വിഷമം വേണ്ട എന്ന് അയാൾ സൂചിപ്പിച്ചു. സോറി അനുരാഗ്, യു ട്രൈ സംബഡി എൽസ്. അവൾ മാന്യതയോടെ പറഞ്ഞു. അയാളുടെ തുടുത്ത മുഖം വിളറി വെളുത്തു. ഷർമിള വേഗം പുറത്തേക്ക് നടന്നു. അനുരാഗിന്റെ കണ്ണുകൾ നിശ്ചലമായി അവളെ പിന്തുടർന്നു. ദീപക് വാച്ചിൽ നോക്കി. സമയം 11:20. മൂൺഷൈൻ ഹോസ്പിറ്റലിൽ പ്രേമിക്ക് വേണ്ടി അനുവദിച്ച മുറിയിൽ അയാൾ ഏകനായിരുന്നു. രാവിലെ പല്ല് തേച്ചിട്ടില്ല. ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചിട്ടില്ല. തലേരാത്രിയിൽ ധരിച്ച വസ്ത്രം മാറ്റിയിട്ടില്ല. ഫ്ലാറ്റിലേക്ക് പോയാൽ കുളിച്ച് വേഷം മാറ്റിയിട്ട് വരാമായിരുന്നു. അതിന് 1-2 മണിക്കൂർ എടുക്കും. പ്രേമി ICUവിലാണ്. എന്തെങ്കിലും ആവശ്യം വന്നാൽ. അപ്പോഴാണ് അയാൾ ഒരു കാര്യം ഓർത്തത്. പ്രേമിയുടെ ഓഫീസിലുള്ളവരൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. അവരെ അറിയിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. പക്ഷെ എന്തു പറയും? എന്തെങ്കിലും നുണ പറഞ്ഞാലും അത് പിന്നീട് പുറത്തായെന്ന് വരും. ഈസ്റ്റ് ഏഷ്യ ടൂർസ് ആൻഡ് ട്രാവൽസിലെ വിവേകിനെയും കീർത്തിയെയും പരിചയമുണ്ട്. വിവേകിന്റെ നമ്പറും കയ്യിലുണ്ട്. അയാൾ മൊബൈൽ എടുത്ത് വിവേകിന്റെ നമ്പർ കണ്ടുപിടിച്ച് വിളിച്ചു. റിങ് ചെയ്തപ്പോൾ തന്നെ വിവേക് കോൾ എടുത്തു. ഹായ് ദീപക്, ബിസിയാണോ? അല്ല, ഞാനിപ്പോൾ ഷർമിളയുടെ നമ്പറിലേക്ക് വിളിച്ചിട്ട് വെച്ചതേയുള്ളൂ. പക്ഷെ കിട്ടിയില്ല. എന്തുപറ്റി? പ്രേം ഇതുവരെ ഓഫീസിലെത്തിയിട്ടില്ല. ലീവാണെങ്കിൽ അറിയിക്കുന്നതാണ്. മൊബൈലിൽ വിളിച്ചപ്പോൾ ബെല്ലുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. അവർ ഫ്രണ്ട്സ് അല്ലേ, ഷർമിളയെ വിളിച്ച വിവരം അറിയാമെന്ന് വിചാരിച്ചു. പ്രേമി ഈസ് ഇൻ ദ ഹോസ്പിറ്റൽ, ദീപക് അറിയിച്ചു. വാട്ട് ഹാപ്പൻ? സംഭവിച്ച കാര്യങ്ങൾ അയാൾ ചുരുക്കത്തിൽ പറഞ്ഞു. ഹൗ ഷീ നൗ? വിവേക് ചോദിച്ചു. ഔട്ട് ഓഫ് ഡേഞ്ചർ. വിച്ച് ഹോസ്പിറ്റൽ? മൂൺഷൈൻ. വൈ ഡിഡ് ഷീ? വിവേക് അത്ഭുതപ്പെട്ടു. എനി പ്രോബ്ലം ഇൻ ദ ഓഫീസ്? ദീപക് അറിയാത്ത മട്ട് നടിച്ചു. ഏയ്, അങ്ങനെയൊന്നുമില്ല. വി ആർ എ ക്ലോസ്ലി ഇൻ എ ടീം. വെരി കോപ്പറേറ്റീവ് ആൻഡ് ഹാപ്പി.
ബട്ട് കഴിഞ്ഞ 2-3 ദിവസമായി ഷി വാസ് ഇമോഷണലി അപ്സെറ്റ്. ഞാൻ ചോദിക്കാതിരുന്നില്ല. ബട്ട് ഷീ റിവീൽഡ് നത്തിങ്. മേ ബി സം പേഴ്സണൽ പ്രോബ്ലംസ്. എന്തായാലും കുറെ ദിവസത്തേക്ക് ഓഫീസിലേക്ക് വരാൻ പ്രേമിക്ക് കഴിയുമെന്ന് തോന്നില്ല. പ്ലീസ് ഇൻഫോം യുവർ ബോസ്. ഐ വിൽ ഡു ദാറ്റ്. ഷർമിള സ്ഥലത്തില്ല. ഷീസ് അറ്റൻഡിങ് എ കോൺഫറൻസ് ഇൻ ഡൽഹി. നാളെ അവൾ വരൂ. ഫ്രീ ആകുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാം. ഓക്കെ. ദീപക് കോൾ കട്ട് ചെയ്തു. ഇനി ആരെയാണ് അറിയിക്കേണ്ടത്? പ്രേമിക്ക് അകന്ന ബന്ധുക്കളുണ്ടാവാം. പക്ഷേ അവൾക്കും ഷർമിക്ക് മാത്രമേ അവരെക്കുറിച്ച് അറിയൂ. അപ്പോഴാണ് ഹുസൈൻ സാഹിബിനെ കുറിച്ച് ഓർമ്മ വന്നത്. സാഹിബിന്റെ നമ്പർ എടുത്ത് ദീപക് വിളിച്ചു. ഹലോ. സാഹിബ് കോൾ എടുത്തു. ഹോസ്പിറ്റലിൽ നിന്ന് ദീപക്കാണ്. ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. ഡോക്ടർ എന്ത് പറഞ്ഞു? സാഹിബ് ചോദിച്ചു. ഇനി പേടിക്കാനില്ലെന്നാ പറഞ്ഞത്. രക്ഷപ്പെടും. പക്ഷേ ബോധം തെളിഞ്ഞിട്ടില്ല. ബ്ലഡ് കുറെ പോയതല്ലേ. ഒക്കെ നോർമലാക്കാൻ സമയമെടുക്കും. എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ടതിന് ഫലമുണ്ടായല്ലോ. ഭാഗ്യം, അയാൾ പറഞ്ഞു. നമ്മൾ ഇന്നലെ തിടുക്കത്തിൽ ഇറങ്ങിയില്ലേ? പ്രേമിയുടെ ഫ്ലാറ്റ് തുറന്നു കിടക്കുകയായിരിക്കും. സാഹിബ് ഒന്ന് നോക്കിയേക്കണേ, അയാൾ അഭ്യർത്ഥിച്ചു. അക്കാര്യത്തിൽ പേടി വേണ്ട. സുൽഫത്ത് ഉടൻ തന്നെ ഫ്ലാറ്റ് പൂട്ടിയിരുന്നു. താക്കോൽ ഇവിടെ എന്റെ കയ്യിലുണ്ട്. ആവശ്യം വലുതുമുണ്ടെങ്കിൽ തരാം, അദ്ദേഹം പറഞ്ഞു. ഇപ്പോ വേണ്ട സാബ്, ഓർത്തപ്പോ പറഞ്ഞെന്നേയുള്ളൂ. ഞങ്ങൾ വരണോ അങ്ങോട്ട്? വേണ്ട, വന്നാലും ഇപ്പോൾ കാണാൻ പറ്റില്ല. വാർഡിലേക്ക് മാറ്റുമ്പോൾ ഞാൻ അറിയിക്കാം. കോള് കട്ട് ചെയ്ത് ദീപക് എഴുന്നേറ്റു. ഫ്ലാറ്റിലേക്കൊന്ന് പോകാതെ പറ്റില്ല. കുളിച്ച് ഫ്രഷ് ആകണം. അയാൾക്ക് തന്നെ മുഷിഞ്ഞ ഷർട്ടിന്റെ ഗന്ധം അനുഭവപ്പെട്ടു. അയാൾ ഡ്യൂട്ടി ഡോക്ടറുടെ മുറിയിലേക്ക് ചെന്നു. പക്ഷെ ഡോക്ടർ അപ്പോൾ സീറ്റിലുണ്ടായിരുന്നില്ല. അയാൾ ഡ്യൂട്ടി നഴ്സിനോട് കാര്യം പറഞ്ഞു. ഞാൻ പ്രേമി കുര്യന്റെ ബൈസ്റ്റാൻഡറാണ്. എനിക്ക് വീട്ടിലൊന്ന് പോണം. 2 മണിക്കൂർ കഴിഞ്ഞേ വരൂ. അത് സാരമില്ല. നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ? അവൾ ചോദിച്ചു. ഉണ്ട്. എന്നാ പൊയ്ക്കോളൂ. റൂമിൽ ചെന്ന് വാതിൽ പൂട്ടി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ദീപകിന് ഒരു കാര്യം ഓർമ്മ വന്നത്. കാർ വൈറ്റ് ലോട്ടസിലാണ്. ഇന്നലെ വണ്ടി അവിടെ ഇട്ടിട്ട് ആംബുലൻസിലാണല്ലോ വന്നത്. അയാൾ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് വൈറ്റ് ലോട്ടസിലേക്ക് പോയി. പെട്ടെന്ന് ജീവനൊടുക്കാൻ എന്ത് കാര്യമാണ് പ്രേമിയെ പ്രേരിപ്പിച്ചത്? ഏതെങ്കിലും വിസിറ്റർ, അല്ലെങ്കിൽ ഫോൺ കോൾ, അതുമല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജ്. അവളുടെ ഫ്ലാറ്റിൽ ചെന്ന് തിരഞ്ഞാൽ, അല്ലെങ്കിൽ മൊബൈൽ പരിശോധിച്ചാൽ. ഇപ്പോൾ വേണ്ട, സമയം ഒട്ടുമില്ല. വൈറ്റ് ലോട്ടസ് അപ്പാർട്ട്മെന്റിന്റെ ഗേറ്റിന് വെളിയിൽ ചെന്ന് ഓട്ടോ നിന്നു. പണം കൊടുത്തിട്ട് അയാൾ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി. സെക്യൂരിറ്റി അയാളെ കണ്ട് പരിചിത ഭാവത്തിൽ ചിരിച്ചു. പ്രേമി മാഡത്തിന് കുഴപ്പമൊന്നുമില്ല അല്ലേ സാറേ? സാഹിബ് വാർത്ത അറിയിച്ചു കാണും. പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് തന്നെ കാർ കിടപ്പുണ്ടായിരുന്നു. വണ്ടിയെടുത്ത് ദീപക് ഇടപ്പള്ളിയിലേക്ക് പോയി. സിൽവർ സ്റ്റോൺ അപ്പാർട്ട്മെന്റ്സ്. ഫ്ളാറ്റിലെത്തിയ അയാൾ വസ്ത്രങ്ങൾ ഊരിയെറിഞ്ഞു. ഷേവ് ചെയ്തു. ഷവറിന്റെ ചുവട്ടിൽ ഏറെ നേരം നിന്ന് ശരീരം തണുപ്പിച്ചു. കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാൻ സമയമില്ല. 2 ആപ്പിൾ എടുത്ത് കഷ്ണങ്ങളാക്കി തിന്നു. അപ്പോഴാണ് മാലിനി ചേച്ചിയുടെ വിളി വന്നത്. എടുക്കണോ? അയാൾ ഒന്ന് സംശയിച്ചു. സംസാരം തുടങ്ങിയാൽ പിന്നെ നിർത്തുകയില്ല. ഉടൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയും വേണം. ഇപ്പോൾ എടുത്തില്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുമ്പോഴായിരിക്കും വിളിക്കുക. ഹലോ ചേച്ചി. അയാൾ കോൾ എടുത്തു. മോനെ, എവിടെയാ നീ? ഫ്ലാറ്റിലാണ് ചേച്ചി. ഷർമിള വന്നോ? ഇല്ല, നാളെയേ വരൂ, അയാൾ പറഞ്ഞു. അപ്പോ നീ ഒറ്റയ്ക്കാ? അതെ. മാലിനി ചേച്ചി ഒന്ന് ചിരിച്ചു. ആഹ്ലാദം നിറഞ്ഞ ഒരു ചിരിയായിരുന്നു അത്. വരുന്നോ ഇങ്ങോട്ട്? അവർ ചോദിച്ചു. ഇല്ല. എന്നാ ഞാൻ അങ്ങോട്ട് വരട്ടെ? വേണ്ട, ഞാൻ പുറത്തേക്ക് പോകാൻ തുടങ്ങുകയാണ്. എവിടെ? ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാൽ പ്രേമിയെക്കുറിച്ച് പറയേണ്ടി വരും. ലഞ്ച് കഴിക്കണം. ഇങ്ങോട്ട് വാ, ഇവിടുന്ന് കഴിക്കാം. ചെമ്മീൻ ഫ്രൈ ഉണ്ട്, കശുവണ്ടിയൊക്കെ ചേർത്ത്. പിന്നെ കരിമീൻ മപ്പാസ്. നീ വാടാ കുട്ടാ. കൊതിപ്പിക്കുന്ന വിഭവങ്ങൾ. പക്ഷേ പോകാൻ സമയമില്ല. ഷർമി വരട്ടെ, അത് കഴിഞ്ഞൊരു ദിവസം വരാൻ ചേച്ചി. എനിക്ക് വേറൊരു സ്ഥലത്തുകൂടി പോണം. അയാൾ ഒഴിഞ്ഞു. ഷർമിയുടെ ഒരു ഫ്രണ്ട് ഹോസ്പിറ്റലിലാണ്. അവിടെ വേറെ ആരുമില്ല. പറയേണ്ടി വന്നു. ഏത് ഫ്രണ്ട്? പ്രേമി. പണ്ട് അവരൊന്നിച്ചായിരുന്നു താമസം. ഓ, എനിക്കറിയാം. അവൾക്കെന്ത് പറ്റി? കയ്യിലൊരു മുറിവുണ്ടായി. കുറച്ച് രക്തം പോയി. എന്നെ വിളിച്ചു. ഞാൻ കൊണ്ടുചെന്ന് ഹോസ്പിറ്റലിലാക്കി. ഒന്ന് പോയി അന്വേഷിക്കണം. എങ്ങനെ മുറിവുണ്ടായി? അതൊന്നും പറഞ്ഞില്ല. അവൾ ആളത്ര ശരിയല്ല. അധികം അടുപ്പത്തിനൊന്നും പോകണ്ട, മാലിനി ചേച്ചി ഉപദേശിച്ചു. ഇല്ല, കാണാൻ കൊള്ളാവുന്ന സകല സ്ത്രീകളെയും മാലിനി ചേച്ചിക്ക് സംശയമാണ്. തമ്പിയങ്കളിന് ചുറ്റിക്കളികളുണ്ട് എന്നതും ഒരു സത്യമാണ്. ഇവിടെ വന്ന് കഴിച്ചിട്ട് പോയാൽ പോരെ? അവർ വീണ്ടും ചോദിച്ചു. പോരാ, ഡോക്ടർ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് കാണുകയും വേണം. എന്നാ ശരി, നിരാശാസ്വരത്തിലാണ് മാലിനി ചേച്ചി പറഞ്ഞത്. ദീപക് കോൾ കട്ട് ചെയ്തു. അയാൾ തിടുക്കത്തിൽ ജീൻസും ഷർട്ടും എടുത്ത് ധരിച്ചു. മൊബൈലും പേഴ്സും എടുത്ത് പോക്കറ്റിൽ വെച്ചു. ഹോസ്പിറ്റൽ റൂമിൽ ചെന്ന് വെറുതെ ഇരുന്ന് ബോറടിക്കേണ്ടി വരുമല്ലോ എന്ന് അപ്പോഴാണ് ഓർത്തത്.
അയാൾ ലാപ്ടോപ്പും കയ്യിലെടുത്തു. സമയം കിട്ടാതെ കാണാൻ പറ്റാതെ ഇരിക്കുന്ന 4-5 സിനിമകളുണ്ട്. അതിൽ ചിലത് കാണാം. ഫ്ലാറ്റ് പൂട്ടി താഴെ വന്ന് കാർ എടുത്ത് അയാൾ വീണ്ടും പുറപ്പെട്ടു. പാലരിവട്ടത്തെ ഡ്രൈവിംഗ് റെസ്റ്റോറൻറ്റിൽ കയറി മീൻകറി മീൽസ് കഴിച്ചു. മൂൺഷൈൻ ഹോസ്പിറ്റലിലെത്തി കാർ പാർക്ക് ചെയ്യുമ്പോൾ 2:30 മണി. വിചാരിച്ചതിലും അരമണിക്കൂർ വൈകി. ഡ്യൂട്ടി നഴ്സിന്റെ റൂമിലേക്കാണ് ആദ്യം ചെന്നത്. സിസ്റ്ററെ, ഞാൻ വന്നു. ചുണ്ടിന് താഴെ മറുകുള്ള ആ ചെറുപ്പക്കാരൻ നഴ്സ് ചിരിച്ചു. ഹാജർ വരവ് വെച്ചു. എന്തെങ്കിലും വിശേഷം? ഒന്നുമില്ല. ഡോക്ടറിനെ തിരക്കിയോ? ഇല്ല. പേഷ്യന്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥ? എല്ലാം നോർമലായിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഇതുവരെ ബോധം വീണിട്ടില്ല. കണ്ണു തുറന്ന് ഞാൻ അറിയിക്കാം, അവൾ പറഞ്ഞു. ഞാൻ വാർഡിലുണ്ടാകും. എത്രയാണ് നമ്പർ? അവൾ ചോദിച്ചു. 178. ഓക്കെ, പക്ഷെ ഞാൻ 6 മണി വരെയേ കാണൂ. ഡ്യൂട്ടി ചേഞ്ചാണ് അല്ലേ? അതെ. ദീപക് വാർഡിലേക്ക് പോയി. കോറിഡറിന്റെ അറ്റത്തായിരുന്നു റൂം. മുറി തുറന്ന് അയാൾ അകത്ത് കയറി വാതിലടിച്ചു. കൺപോളകൾ അടഞ്ഞു വരുന്നുണ്ടായിരുന്നു. തലേരാത്രിയിൽ ഒട്ടും ഉറങ്ങിയിട്ടേയില്ല. അയാൾ ബെഡിലേക്ക് കിടന്നു. പെട്ടെന്നുറങ്ങി. വാതിലിൽ ആരോ മുട്ടുന്നത് കേട്ടുകൊണ്ടാണ് ദീപക് പിന്നെ ഉണർന്നത്. വാച്ചിൽ നോക്കിയപ്പോൾ 5 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അയാൾ ചെന്ന് വാതിൽ തുറന്നു. ചുണ്ടിന് താഴെ മഴുകുള്ള നഴ്സ് പുഞ്ചിരിയോടെ നിൽക്കുന്നുണ്ടായിരുന്നു. 5:30 മുതൽ 6 വരെ വിസിറ്റിംഗ് ടൈമാണ്. വേണമെങ്കിൽ പേഷ്യന്റിനെ കാണാം, അവൾ അറിയിച്ചു. താങ്ക്സ്. വാതിലടിച്ചിട്ട് അയാൾ അവളുടെ പിന്നാലെ ചെന്നു. 8 ബെഡുകളുള്ള വലിയ മുറിയായിരുന്നു ICU. കണ്ണാടി വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ തന്നെ 4ാമത്തെ ബെഡിൽ കിടത്തിയിരുന്ന പ്രേമിയെ അയാൾ കണ്ടു. ഹോസ്പിറ്റൽ യൂണിഫോമിലായിരുന്നു അവൾ. ഒരു കൈത്തണ്ടയിലേക്ക് ഡ്രിപ്പ് സ്റ്റാൻഡിൽ തൂക്കിയിട്ടിരിക്കുന്ന പൗച്ചിൽ നിന്ന് തുള്ളി തുള്ളിയായി രക്തം കയറുന്നു. മറ്റേ കൈത്തണ്ടയിലേക്ക് ഗ്ലൂക്കോസോ സെലൈനോ. വിളറിയ മുഖം. ശ്വാസോച്ഛ്വാസം അനുസരിച്ച് മാറിടം മെല്ലെ ഉയർന്നു താഴ്ന്നു. 2 മിനിറ്റോളം അവൾ അവളെ തന്നെ നോക്കി നിന്നു. അടഞ്ഞ കണ്ണുകൾ, അല്പമൊന്ന് തുറന്ന ചുണ്ടുകൾ, വെണ്മയുള്ള പല്ലുകൾ, പിന്നിലേക്ക് വലിച്ചു മുറുക്കി കെട്ടിയ മുടി. പോകാനായി ദീപക് മെല്ലെ തിരിഞ്ഞു. പ്രേമി വിളിച്ചതുപോലെ പെട്ടെന്ന് അയാൾക്ക് തോന്നി. അയാൾ തിരിഞ്ഞു നിന്നു. അവൾ മെല്ലെ കണ്ണുകൾ തുറന്ന് അയാളെ നോക്കി.